CPIM വിടുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ച് മുൻ MLA PK ശശി. PK ശശിയെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് CPIM ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് PK ശശിയുടെ നീക്കം എന്നാണ് സൂചന. PK ശശി UDF-ൽ എത്തിയേക്കുമെന്നാണ് വിവരം. ഷാരിഖ് നവാസ് വിശദാംശങ്ങളുമായി. ഷാരിഖ്, നമുക്കറിയാം വലിയ അകൽച്ചയിലാണ് പാർട്ടിയുമായി PK ശശി കഴിഞ്ഞ കുറച്ച് നാളുകളായി. ജില്ലാ നേതൃത്വവും അദ്ദേഹത്തെ നീക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ രാജിവെച്ചിരിക്കുകയാണ്. ഇനി അടുത്ത നീക്കം എന്ത് എന്നുള്ളതാണ് ശ്രദ്ധേയം. എന്തെങ്കിലും തരത്തിൽ ഈ സമയത്ത് പാർട്ടിയിൽ നിന്നൊക്കെ പ്രതികരണങ്ങൾ വരുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നൊരു വിശദീകരണം വരാനുള്ള സാധ്യതയുണ്ടോ? അനുജ, അടുത്ത ദിവസം തന്നെ മാധ്യമങ്ങളെ കണ്ടേക്കുമെന്നാണ് PK ശശി നിലവിൽ അറിയിച്ചിരിക്കുന്നത്. അടുത്ത ദിവസം തന്നെ മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ട്. പത്രസമ്മേളനം ഉൾപ്പെടെ PK ശശി വിളിച്ച് ചേർക്കാനാണ് സാധ്യത. ഇതിൽ ആ പത്രസമ്മേളനത്തിൽ വെച്ചാണ് മറ്റു കാര്യങ്ങൾ ഉൾപ്പെടെ വിശദീകരിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഇപ്പോൾ നിലവിൽ നമ്മൾ AK ബാലൻ ഉൾപ്പെടെയുള്ള പാലക്കാട്ടെ CPM ജില്ലാ നേതാക്കളുടെ പ്രതികരണം തേടാനായി പാലക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിൽ എത്തിയിരിക്കുകയാണ്. ഇതുവരെ ആരും പ്രതികരിച്ചിട്ടില്ല ഇതേക്കുറിച്ച്. ഏറെ കാലമായി CPM-മായി അകന്നു കഴിയുന്ന PK ശശി കോൺഗ്രസിൽ അല്ലെങ്കിൽ UDF-ന്റെ ഭാഗമായേക്കുമെന്ന് വാർത്തകൾക്കിടയിലാണ് ഇപ്പോൾ KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചിട്ടുള്ളത്. അദ്ദേഹം കുറച്ച് ദിവസങ്ങൾ മുമ്പ് നമ്മൾ തന്നെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫെഡറേഷൻ എന്ന പാർട്ടി രൂപീകരിച്ച് ആ പാർട്ടിയുടെ ഭാഗമാകുമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ആ വാർത്തകൾക്കിടയിലാണ് PK ശശി ഇപ്പോൾ പെട്ടെന്ന് KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചത്. ഇനിയും അദ്ദേഹത്തിന് 2 മാസം കൂടെ കാലതാമസം നിലനിൽക്കുകയാണ് ഇപ്പോൾ പെട്ടെന്നുള്ള ഒരു രാജി വകുപ്പ് മന്ത്രിക്കും അതുപോലെ തന്നെ സെക്രട്ടറിക്കും ഉൾപ്പെടെ രാജി സമർപ്പിച്ചിട്ടുള്ളത്. നിലവിൽ അദ്ദേഹം അതായത് ഈ CPM ജില്ലാ കമ്മിറ്റിയിലേക്ക് ലൈംഗിക പീഡന പരാതിയെ ശേഷം CPM ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരിച്ചെടുത്ത PK ശശി അതിനുശേഷം മണ്ണാർക്കാട്ടെ സഹകരണ ബാങ്കിൻ്റെ ഫണ്ട് തിരിമറിയും അതുപോലെ തന്നെ ഫണ്ട് തിരിമറിയുമായി ബന്ധപ്പെട്ട് PK ശശിയെ CPM ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിരുന്നു. ആ ഒരു ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയതിൽ PK ശശിക്ക് ഏറെക്കാലമായി അതൃപ്തി ഉണ്ടായിരുന്നു. അദ്ദേഹം അകൽച്ചയിലായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി രാജിവെക്കുമ്പോൾ KTDC ചെയർമാൻ സ്ഥാനത്ത് രാജിവെക്കുമ്പോൾ എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്നത് വളരെ നിർണായകമാവും. അദ്ദേഹം മാധ്യമങ്ങളെ കാണും എന്നുള്ളത് തന്നെയാണ് ഷാരിഖ് നവാസ് അറിയിച്ചിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.